ഇതേപോലെ സ്പൂൺ കൊണ്ട് നമുക്ക് കോരിയെടുത്ത് ഉണ്ടാക്കാവുന്നതാണ്. വളരെ ഷേപ്പ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല, ഒരുവിധം ഷേപ്പൊക്കെ കിട്ടും. നമുക്ക് ചായയുടെ കൂടെ കഴിക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇത് കണ്ടാൽ എന്താ തോന്നുന്നു? ദൂരക്കാഴ്ചക്ക് പരിപ്പോടെയാണെന്നല്ലേ തോന്നുള്ളൂ. പരിപ്പില്ലാത്ത പരിപ്പ് വട. ഇത് നമുക്ക് സോസും കൂട്ടി കഴിക്കാവുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ: പരിപ്പില്ലാത്ത പരിപ്പോടെയല്ലേ, 2 ഉരുളക്കിഴങ്ങ്, 2 നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക. പിന്നെ സബോള, വെളുത്തുള്ളി, കറിവേപ്പില, കുറച്ച് മല്ലിയില, കുറച്ച് 3-4 പച്ചമുളക്, നിങ്ങളുടെ ആവശ്യത്തിൻ്റെ എരിവിനുള്ള ആവശ്യത്തിനുള്ള പച്ചമുളക്, മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു ഹീപ്ഡ് സ്പൂൺ ഡെസേർട്ട് സ്പൂണാണ് കോൺഫ്ലോർ, മുളക് പൊടി, കായപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ഉപ്പ്, കസൂരിമേത്തി, മഞ്ഞൾപ്പൊടി, കപ്പ് കടലപ്പൊടി. നമുക്കിനി ചെയ്യാം. പൊട്ടറ്റോ ഇങ്ങനെ അരിയുക, ഉരുളക്കിഴങ്ങ് ഇങ്ങനെ പൊടി പൊടിയായിട്ട് അരിയണം. ഉരുളക്കിഴങ്ങ് ഇതാ പൊടി പൊടിയായിട്ട് അരിഞ്ഞു. ഇനി എന്താ ഉള്ളി പൊടി പൊടിയായിട്ട് അരിയാണ്. ഉള്ളി പൊടി പൊടിയായിട്ട് അരിയാം. ഇതാ ഇഞ്ചി, പൊടി പൊടിയായിട്ട് അരിയാം. ഇഞ്ചി ഇത്തിരി നീളത്തിൽ കിടന്നാലും കുഴപ്പമില്ല, കടിക്കുമ്പോൾ ഒരു സുഖമാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3 അരിയാം. മല്ലിയിലയും കറിവേപ്പിലയും അതും മതിയാ. ഞാൻ എളുപ്പപ്പണിക്ക് എല്ലാം കൂടി ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്.
ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യാൻ പോവാണ് ഞാൻ. കോൺഫ്ലോർ ഇടുന്നു, എല്ലാ പൊടികളും ഇടുന്നു. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം പാകത്തിന്. പിന്നെ കുറച്ച് പെരുംജീരകപ്പൊടി, കുറച്ച് കായം, കുറച്ച് ഉലുവപ്പൊടി, കുറച്ച് കസൂരി മേത്തി എന്നിട്ട് ഞാൻ അത് മിക്സ് ചെയ്യുന്നു. നല്ലപോലെ മിക്സ് ചെയ്യുന്നു. അപ്പോൾ അതിൽ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കുക കേട്ടോ. ഇതിൽ പച്ചമുളകും ചേർത്താണ് കാരണം ഞാൻ മുളക് പൊടി കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് കുറേശ്ശായിട്ട് കടലപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്യാം. കടലമാവാണിത്, കുറേശ്ശെ ഇടുക. ഈ തവി കൊണ്ട് 2 തവി. മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. നമുക്കിത് എണ്ണയിൽ നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കാം. ചൂടോടുകൂടി സോസും കൂട്ടി കഴിക്കാം. അപ്പോൾ നമുക്കിനി ഇത് വറുത്തെടുക്കാൻ നോക്കാം അല്ലേ. സ്പൂൺ കൊണ്ട് കോരുകയാണെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഷേപ്പിൽ ഉണ്ടാക്കി വറുത്തെടുക്കാം. എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ്. സ്പൂൺ കൊണ്ട് ചെറിയ സ്പൂൺ കോരി ഒഴിച്ചിട്ടാലും വറുത്തെടുക്കാം. അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. കൈമൊക്കെ എണ്ണ തെറിക്കാതെ സൂക്ഷിക്കണം. നല്ല വടവ ഷേപ്പിൽ പരത്തിയെടുക്കുക. അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് കോരിയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. ഒരു പുറം മുരിഞ്ഞാൽ മറിച്ചിടുക.
കഴിഞ്ഞിട്ടില്ല. തിരക്ക് കൂടിപ്പോയി തോന്നുന്നു അല്ലേ? ഞാൻ മുരിഞ്ഞു തുടങ്ങി. അപ്പം ഞങ്ങൾ മറിച്ചിടുകയാണ്. ഇപ്പോൾ ദൂരക്കാഴ്ചയിൽ കണ്ട എന്താ തോന്നുക? പരിപ്പോടിയാണെന്നല്ലേ തോന്നുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞ പരിപ്പില്ലാത്ത പരിപ്പ് വേണം. നല്ല പോലെ മുരിഞ്ഞോട്ടെ. രണ്ട് പൊക്കം നല്ലപോലെ മുരിയുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് എണ്ണ വാലാൻ വയ്ക്കുക. ഒരു ടിഷ്യൂ പേപ്പർ കിട്ടിയ കിച്ചൺ ടിഷ്യൂ പേപ്പറിൽ, അതില്ലെങ്കിൽ തന്നെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ എണ്ണ ഊറ്റാൻ വയ്ക്കുക. ഒരിക്കലും ന്യൂസ് പേപ്പറിൽ ഇടാതിരിക്കുക. ചില ആൾക്കാർ ന്യൂസ് പേപ്പറിൽ പിടിച്ചതിലിടണം കാണാം. ഞാനും കുട്ടിക്കാലത്തൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഞാനും ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ അത് നല്ലതല്ല. അപ്പോൾ നമുക്ക് എണ്ണ വേലം വയ്ക്കാം. അടുത്ത ട്രിപ്പ് ഇതേപോലെ പരത്തി ഇടാം. അങ്ങനെ പരത്തുക. പതുക്കെ കൊടുക്കുക. ഇതേപോലെ മുഴുവൻ വടയും ഉണ്ടാക്കിയിരിക്കുക. എന്നിട്ട് സോസ് കൂട്ടി കഴിക്കാം. നമുക്ക് സോസ് വേണമെന്നുള്ളവർക്ക് സോസ് കൂട്ടി കഴിക്കാം. എല്ലാവർക്കും വെറുതെ കഴിക്കാം. ഇതേപോലെ മുഴുവൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഞാൻ. അപ്പോൾ പുതിയൊരു വിഭവമായി വീണ്ടും വരുന്നവരേക്കും തൽക്കാലം ഇവിടെ പറയുന്നു. എല്ലാവരും ആരോഗ്യം ശ്രദ്ധിക്കുക. എല്ലാവരും സുഖമായിട്ടിരിക്കുക. ആരോഗ്യം ശ്രദ്ധിക്കുക. അനാവശ്യമായി പുറത്തിറങ്ങാതിരിക്കുക. നാട്ടിൽ ലോക്ക്ഡൗൺ ആണെന്ന് അറിയാമ്പോൾ അപ്പോൾ ആരും അനാവശ്യമായിട്ട് പുറത്തിറങ്ങാതിരിക്കുക. എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരേക്കും നമസ്കാരം പറയുന്നു. സസ്നേഹം, നിങ്ങളുടെ അമ്മു കോങ്ങാട്ടിൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റും ലൈക്കും ഇഷ്ടംപോലെ തന്നോളൂ. അതൊക്കെ ഞാൻ സ്വീകരിക്കുന്നതാണ്. എന്തായാലും വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. അതിന് ശേഷം മാത്രം അഭിപ്രായം എഴുതുക.